ഭാരതീയ സംസ്കാരത്തിൻ്റെ ആത്മാവാണ് മഹാഭാരതം എന്ന് പറയാം. ധർമ്മത്തിൻ്റെയും നീതിയുടെയും കുടുംബ ബന്ധങ്ങളുടെയും സങ്കീർണമായ കഥയാണിത്. ഇത് വെറുമൊരു കഥയല്ല, മനുഷ്യൻ്റെ ജീവിത ദർശനമാണ്. ഏകദേശം 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഇതിഹാസം പിറന്നതിന് പിന്നിൽ അറിവിൻ്റെയും ബുദ്ധിയുടെയും 2 മഹാരഥന്മാരായ വേദവ്യാസൻ്റെയും ഗണപതിയുടെയും അവിശ്വസനീയമായ ഒത്തുചേരലിൻ്റെ ചരിത്രമുണ്ട്. മഹാഭാരതം എങ്ങനെയാണ് എഴുതപ്പെട്ടത് എന്ന ആ ദിവ്യമായ നിമിഷങ്ങളെക്കുറിച്ച് നമുക്കറിഞ്ഞാലോ? ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യ ഹിയർ. എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം. ഈ ഇതിഹാസത്തിന് ജന്മം നൽകിയത് വേദവ്യാസൻ എന്ന മഹർഷിയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച അദ്ദേഹം കഥയിലെ ഓരോ കഥാപാത്രത്തെയും അടുത്തറിയാവുന്ന ആളായിരുന്നു. ധർമ്മം ക്ഷയിച്ചതിൻ്റെ വേദന, യുദ്ധത്തിൻ്റെ ഭീകരത, ബന്ധങ്ങൾ തകർന്നതിൻ്റെ ദുഃഖം, ഇതെല്ലാം വ്യാസന്റെ മനസ്സിൽ തിരമാലകൾ പോലെ ഉയർന്നു. ഈ മഹത്തായ കഥ മനുഷ്യർക്ക് വഴികാട്ടിയാകേണ്ട ഈ ജ്ഞാനം തൻ്റെ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങിപ്പോകുമോ എന്ന ഭയം അദ്ദേഹത്തെ അലട്ടി. മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലുതും സങ്കീർണവുമായിരുന്നു അത്. 100 കണക്കിന് വർഷങ്ങളോളം നിലനിൽക്കേണ്ട ഈ അറിവിനെ അതേ ശക്തിയോടെയും വേഗത്തിലും പകർത്തി എഴുതാൻ ആർക്കാണ് സാധിക്കുക? ഈ ലോകത്ത് അങ്ങനെ ഒരാളുണ്ടോ? ആ ചിന്ത വ്യാസനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹം സങ്കടത്തിലായിരുന്നു. ഒടുവിൽ വ്യാസൻ ലോകത്തിൻ്റെ ശ്രേഷ്ഠാവായ ബ്രഹ്മാവിനെ മനസ്സിൽ ധ്യാനിച്ചു. തപസ് ചെയ്ത് വ്യാസന്റെ മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. വ്യാസന്റെ ദുഃഖം കേട്ട ബ്രഹ്മാവ് പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, വ്യാസ, ഈ ലോകത്തിലെ അറിവിൻ്റെയും ബുദ്ധിയുടെയും കാര്യത്തിൽ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. വിഘ്നേശ്വരനായ ഗണപതിയെ വിളിക്കുക. ഈ ഉദ്യമം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. ബ്രഹ്മാവിൻ്റെ ഈ നിർദ്ദേശത്തിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ഗണപതി വിദ്യയുടെയും സിദ്ധിയുടെയും ദേവനാണ്, തടസ്സങ്ങളെ നീക്കുന്നവൻ. അതിനാൽ ഈ വലിയ ജോലി തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ ഗണപതിയേക്കാൾ ഉത്തമനായ മറ്റൊരാളില്ല. ബ്രഹ്മാവിന്റെ ഉപദേശം ശിരസാവഹിച്ച് വ്യാസൻ ഗണപതിയെ തപസ് ചെയ്ത് വിളിച്ചു. തൻ്റെ ഭക്തന്റെ ആഗ്രഹം നിറവേറ്റാൻ ഗണപതി വ്യാസന്റെ മുന്നിൽ പ്രത്യക്ഷനായി. വ്യാസൻ തൻ്റെ ആഗ്രഹം വിനയത്തോടെ അറിയിച്ചു. താൻ പറയുന്ന ഓരോ ശ്ലോകവും 1 നിമിഷം പോലും വൈകാതെ പകർത്തി എഴുതണം. ആ ആവശ്യം അംഗീകരിച്ച ഗണപതി തൻ്റെ ആദ്യത്തെ നിബന്ധന മുന്നോട്ട് വെച്ചു. വ്യാസമുനി, ഞാൻ എഴുതാൻ തുടങ്ങിയാൽ 1 നിമിഷം പോലും നിർത്തുകയില്ല. നിങ്ങൾ ഒരൊറ്റ ശ്ലോകം പോലും പറയാതെ മൗനം പാലിച്ചാൽ ഞാൻ എൻ്റെ എഴുത്ത് അപ്പോൾ തന്നെ അവസാനിപ്പിക്കും, പിന്നെ തുടരുകയില്ല. ഗണപതിയുടെ ബുദ്ധിശക്തിയും വേഗതയും അറിയാവുന്ന വ്യാസൻ ഉടൻ തന്നെ ഒരു മറുതന്ത്രം പ്രയോഗിച്ചു. ഗണപതി അത് സമ്മതിച്ചു. എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നും ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ ഓരോ ശ്ലോകവും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയ ശേഷം മാത്രമേ എഴുതാവൂ. അർത്ഥം ഗ്രഹിക്കാതെ ഒരക്ഷരം പോലും എഴുതരുത്. ഇതായിരുന്നു വ്യാസന്റെ വിവേകപൂർണമായ നീക്കം. അതിവേഗം മുന്നോട്ട് പോകുന്ന ഗണപതിക്ക് അല്പം ആലോചിക്കാൻ സമയം നൽകുക. ആ സമയം കൊണ്ട് തനിക്ക് വിശ്രമിക്കാനും അടുത്ത ശ്ലോകം മനസ്സിൽ ഉറപ്പിക്കുവാനും കഴിയും. അങ്ങനെ ആ ചരിത്രപരമായ എഴുത്ത് ആരംഭിച്ചു. ഒരു വശത്ത് ഓർമ്മയുടെയും വാക്കിൻ്റെയും ശക്തിയുമായി വ്യാസൻ, മറുവശത്ത് ബുദ്ധിയുടെയും വേഗതയുടെയും ശക്തിയുമായി ഗണപതി. വ്യാസൻ അതിവേഗത്തിൽ ശ്ലോകങ്ങൾ ചൊല്ലി തുടങ്ങി. ഗണപതി ഒരു തടസ്സവുമില്ലാതെ എഴുതി മുന്നേറി. എന്നാൽ എപ്പോഴെങ്കിലും തൻ്റെ വേഗത കുറഞ്ഞു പോവുകയോ തൻ്റെ ഓർമ്മയിൽ പഴുതു വരികയോ ചെയ്യുമെന്ന് വ്യാസന് തോന്നുമ്പോൾ അദ്ദേഹം അത്യന്തം സങ്കീർണമായ ശ്ലോകങ്ങൾ ചൊല്ലിത്തുടങ്ങും. കേൾക്കുന്നവന് മാത്രമല്ല, ബുദ്ധിയുടെ ദേവനായ ഗണപതിക്ക് പോലും ആ ശ്ലോകങ്ങളുടെ ആഴത്തിലുള്ള ധാർമ്മികവും തത്വശാസ്ത്രപരവുമായ അർത്ഥം മനസ്സിലാക്കാൻ 1 നിമിഷം ആലോചിക്കേണ്ടി വരും. ഗണപതി ആഴത്തിൽ ചിന്തിച്ച് അർത്ഥം ഗ്രഹിക്കുന്ന ആ ചെറിയ സമയം വ്യാസന് തൻ്റെ
അടുത്ത വാചകങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ഒരു നിമിഷം കിതപ്പ് മാറ്റാനും ലഭിച്ചു. ഇങ്ങനെ അറിവും ബുദ്ധിയും പരസ്പരം മത്സരിച്ചും സഹകരിച്ചും മുന്നോട്ടു പോയി. ഈ എഴുത്ത് നടക്കുമ്പോഴാണ് മറ്റൊരു നിർണായക സംഭവം ഉണ്ടാകുന്നത്. എഴുതുന്ന വേഗത്തിൽ ഗണപതിയുടെ കയ്യിലുണ്ടായിരുന്ന എഴുത്താണിക്ക് കേടുപറ്റി. എഴുത്തു നിർത്താൻ ഗണപതി തയ്യാറായില്ല. കാരണം നിബന്ധന ലംഘിക്കപ്പെടരുത്, അറിവിന്റെ പ്രവാഹം നിലയ്ക്കരുത്. മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ വലത് കൊമ്പൊടിച്ച് അതിനെ എഴുത്താണിയായി ഉപയോഗിച്ചു. ബുദ്ധിശക്തിയുടെ പ്രതീകമായ തൻ്റെ ശരീരഭാഗം പോലും അറിവ് രേഖപ്പെടുത്താൻ അദ്ദേഹം ബലിയർപ്പിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന ആ മഹാതപസ്യ ഒടുവിൽ പൂർണ്ണമായി. വ്യാസന്റെ മനസ്സിലെ കഥാസാഗരം ഗണപതിയുടെ കൈയക്ഷരങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ ഒരു ഗ്രന്ഥമായി അവതരിച്ചു. അങ്ങനെ മഹാഭാരതം പിറന്നു. ഈ കഥയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ലോകത്തിന് പ്രയോജനകരമായ ഒരു വലിയ കാര്യത്തിന് അനന്തമായ പ്രതിഭ മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള അതിരുകളില്ലാത്ത ബുദ്ധിശക്തിയും കഠിനാധ്വാനവും ആവശ്യമാണ്. വിദ്യയും അറിവും പൂർണ്ണമാക്കാൻ സ്വന്തം ശരീരം പോലും ഉപകരണമാക്കിയ ഗണപതിയുടെ ത്യാഗം അറിവിന്റെ മഹത്വത്തെയാണ് ഉയർത്തുന്നത്. ഇനിയും നമ്മൾ മഹാഭാരതം വായിക്കുമ്പോൾ അത് വെറുമൊരു കഥയായി കാണരുത്. അതിലെ ഓരോ ശ്ലോകവും വ്യാസന്റെ വാക്കും ഗണപതിയുടെ ബുദ്ധിയും ചേർന്ന് ലോകത്തിന് നൽകിയ ധർമ്മബോധത്തിന്റെ വെളിച്ചമാണ്. ഈ കൂട്ടായ പ്രയത്നമില്ലായിരുന്നുവെങ്കിൽ ഈ ഇതിഹാസം ഒരുപക്ഷെ കാലപ്രവാഹത്തിൽ അപ്രത്യക്ഷമായേനെ. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.